മരണമാസ് ഡയറക്ടഡ് ബൈ ശിവപ്രസാദ്. ഈ ഒരു സിനിമ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു എബവ് എവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരിക്കലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞാൻ പറയില്ല. കാരണം ഈ സിനിമന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റിൽ കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ഈ ഇമോഷണൽ സീൻസ് ഒക്കെ അവിടെ അങ്ങനെ ബേസിൽ അല്ലെങ്കിൽ ബേസിൽ പ്രേമിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഈ പെണ്ണൊക്കെ അവിടെ അങ്ങനെ കിടന്ന കാര്യമെന്നുള്ളതല്ലാതെ ആ ഒരു ഭാഗം നമുക്ക് ഫീൽ ചെയ്ത് തരുന്നില്ല. പിന്നെ ഈ സിനിമയിലുള്ള വേറൊരു സാധനം എന്ന് പറയുന്നത് കോമഡിയാണ്. കോമഡിയിൽ നല്ല നല്ല കോമഡീസ് ഉണ്ട്, പക്ഷെ ഭയങ്കര മോശം കോമഡീസ് ആണ്. അതായത് ഇതിലെ ഒരു മറ്റേ സേവ് ദി ഡേറ്റ് സേവ് ദി ഡേറ്റ് ഉണ്ടാവില്ലേ, കല്യാണത്തിന്റെ സമയത്ത് സേവ് ദി ഡേറ്റ് ഷൂട്ട് ചെയ്യല്ലോ. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നിടത്ത് അവിടുന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ ഒരു മറ്റേ കഥയിലേക്ക് ഒരു സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. നല്ല വെറുപ്പിക്കലായിരുന്നു. പിന്നെ ബേസിലിന്റെ പിന്നാലെ കിടന്നിട്ട് ഇങ്ങനെ ബേസിലിനെ കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാരും കൂടി ഓടുക. അതൊക്കെ നമ്മള് വേറെ സിനിമകളിൽ തന്നെ നമ്മൾ കണ്ടുമടുത്ത സംഭവങ്ങളാണ്. അപ്പൊ ആ ഭാഗങ്ങൾ അതേപോലെ തന്നെ വെറുപ്പിക്കണ കുറെ ഭാഗങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുന്ന ഈ സിനിമ ഒരു ചിരിക്കുന്ന സാധനമായിരുന്നു. പക്ഷെ ഇതിൽ വെറുപ്പിക്കുന്ന കുറെ മൊമെന്റ്സ് വന്നു പോയി. പക്ഷെ ചിരിക്കാനുള്ള മൊമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നാമത് ഇതിലും അത്യാവശ്യം കോമഡിയിൽ എനിക്ക് വർക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും എന്ന് പറയുമ്പോൾ സുരേഷ്, മറ്റേ സിജു സണ്ണിയും മറ്റേ പിന്നെ ബേസിൽ പ്രേമിക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ ആക്ട്രസിന്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരു സൈക്കോ കില്ലർ ആയിട്ട് ഒരാളും അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി ഒരു ബസ്സിൽ എത്തിപ്പെടുന്ന അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. അവിടെ നിന്നാണ് സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അത്യാവശ്യം ലാഗ് ഉണ്ട് കേട്ടോ. ആ ബസ്സിലേക്ക് കയറിയിട്ട് ഇൻസിഡന്റ് നടക്കുന്ന ഒരു അത്യാവശ്യം ലാഗ് ഉണ്ട്. ഒരു ഫൺ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു ഫണ്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ആ ഒരു ഇൻസിഡന്റ് കഴിയുമ്പോഴാണ് പിന്നെ സിനിമയുടെ ഒരു പേസ് പിക്ക് ആവുന്നത്. പക്ഷെ ആ സിനിമയുടെ പേസ് പിക്ക് ആവുന്ന സമയത്തും പിന്നെയും എവിടേക്കോ സിനിമ ഡൗൺ ആയി പോകുന്നുണ്ട്. അവിടെയാണ് ഇമോഷണൽ സീൻസ് എല്ലാം തന്നെ സിനിമന്റെ വേറെ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഓരോ സംഭവങ്ങൾക്ക് സിനിമ സഞ്ചരിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒരു അന്യായ പടം ആവേണ്ട ഒരു മൂവി, നല്ലൊരു ഗംഭീര സാധനം ആവേണ്ട ഒരു മൂവി ഒരു എബവ് എവറേജ് മൂവി എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എബവ് എവറേജ് എന്നാണ് ഞാൻ പറഞ്ഞത്. എബവ് എവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നല്ല പടം ഉണ്ടെങ്കിൽ അത് എബവ് എവറേജ് ആവില്ല. അങ്ങനെയല്ല, ജസ്റ്റ് ഒരു എബവ് എവറേജ്. അത് അതിന്റെ കാരണം ഇതിന്റെ കോമഡീസ് വർക്ക് ആയതുകൊണ്ടും ഇതിന്റെ പെർഫോമൻസ് കാരണമാണ്. അല്ലാതെ ഈ സ്ക്രിപ്റ്റ് ഈ സിനിമയെ എവിടെയും സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആസ് യൂഷ്വൽ ബേസിൽ ഇതിലേക്ക് ഇടുമായിരുന്നു സുരേഷ് കൃഷ്ണ, കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് ഇതിലേക്ക് ഇടുമായിരുന്നു. സുരേഷിന്റെ കോമഡി ക്ലൈമാക്സിന് നല്ല രീതിയിലാണ് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിന് നല്ല അത്യാവശ്യം കോമഡീസ് ഉണ്ട്. പക്ഷെ അതിന്റെ മുന്നേ അതിന് മുന്നേ ഇതിൽ കോമഡീസ് വരുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് പോകണം. ഇത് കോമഡീസ് വലിയ വേറെ ഇമോഷണൽ സീൻസോ കാര്യങ്ങളോ ഇൻക്ലൂഡ് ചെയ്യാതെ ഓൾറെഡി ഈ ഓഡിയൻസിന് വർക്ക് ആവുന്ന അറിഞ്ഞിട്ടാണല്ലോ ഒരു ഈ കോമഡീസ് ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ആ കോമഡീസ് മാത്രം വെച്ചിട്ട് കുറച്ചും കൂടി കോമഡീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇമോഷണൽ സാധനങ്ങൾ അവിടെ അത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കുറെ കോമഡി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന മൂവീസിൽ ഇമോഷണൽ സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കര കണക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന് മുന്നേ ഇറങ്ങിയ അമർ അക്ബർ അന്തോണിയൊക്കെ അതൊക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ കണക്ട് ആയ പോലെ നമുക്ക് വേറെ എത്ര സിനിമകൾ കണക്ട് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കണക്ഷൻ അത്രയും ഡീപ്പായിട്ട് ഒന്നാമത് ഈ സിനിമ പോണില്ല. ബട്ട് സ്റ്റിൽ കാണിക്കുന്ന സാധനം നമുക്ക് കണക്ട് ആവണം. അപ്പൊ ഇമോഷണൽ സീൻസ് ഇവിടെ അങ്ങനെ കണക്ട് ആവാതെ വരും. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ മാത്രമേ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിപ്പോ നമ്മള് OTT-യിൽ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിലും മതി എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ ഒരു പ്രശ്നം മാത്രമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ പോരായ്മകളുണ്ട് മരണമാസം എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ, അത്യാവശ്യം പോരായ്മകളുണ്ട്. പക്ഷെ അത് കോമഡി കാരണം മറ്റേ ഒരു ബിലോ ആവറേജ് മൂവി ആവേണ്ട സാധനം അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി ആവേണ്ട സാധനം മറ്റേ പെർഫോമൻസ് കാരണം പെർഫോമൻസ് സൈക്കോ കില്ലർ ആയിട്ടുള്ള അഭിനയിച്ച ആ ആക്ടറിന്റെ പേര് കുറെ നോക്കി എനിക്ക് കിട്ടിയില്ല. എന്താ ശിവപ്രസാദ് അങ്ങനെ എന്തോന്ന് തോന്നുന്ന പേര് എനിക്ക് അറിയില്ല. അപ്പം ആ ഒരു ആക്ടറിന്റെ ആക്ടിങ് എനിക്ക് പെട്ടെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു അഭിനയം കണ്ട് എനിക്ക് പെട്ടെന്ന് ഫാസിലിനെ ഓർമ്മ വന്നത്. അന്യായ അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ ഏറ്റവും ഗംഭീരമായിട്ട് കേൾക്കാം ഒരു അഭിനയിച്ചത് മൂപ്പരാളാണ്. പക്ഷെ ആ ക്യാരക്ടർ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മൂപ്പരാൾ ആ ഒരു ആക്ടറാണ് ഇതിൽ കൂടുതൽ അഭിനയിക്കാനുള്ളതും. ബട്ട് സ്റ്റിൽ കാരണം ബേസിലി സുരേഷ് മറ്റേ സിജു സണ്ണി എന്ന് പറഞ്ഞ ആക്ടറൊക്കെ ഉണ്ട്. ഇവരൊക്കെ മോശമായി എന്നല്ല പറഞ്ഞു, പക്ഷെ അന്യായ അഭിനയമായിട്ട് അഭിനയിച്ചു ഈ ഒരു ആക്ടറാണ്. പിന്നെ ഇതിൽ ഒരു പെണ്ണുണ്ട്, ഞാൻ പറഞ്ഞ ബേസിലി പ്രേമിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. മൂപ്പത്തിരി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓവറാക്കാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ വൃത്തിയാവും. അപ്പൊ ആ ഒരു ഓവറാക്കി ചെയ്യുന്ന ആക്ടേഴ്സ് അല്ലല്ലോ ഇവരാരും. അപ്പൊ ഇവര് ഓവറാക്കാതെ ഇത് ചെയ്യണ സമയത്ത് വളരെ നാച്ചുറൽ ആയിട്ട് കോമഡീസ് നമ്മളെ പ്രത്യേകിച്ച് ബേസിൽ കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിങ്ങനെ ചിരിച്ചിരിക്കണ സീനുണ്ട്. ആ സീനൊക്കെ നല്ല രസമായിരുന്നു. അപ്പൊ അതാണ്. പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ ഈ സിനിമ ത്രൂ ഔട്ട് വേണമെങ്കിൽ അതിന് പകരം ഇതിലേക്ക് കുറെ കണക്ട് ആവാത്ത ഇമോഷണൽ സീൻസുകളാണ് കൊണ്ടുവന്നത്. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ജസ്റ്റ് ഒരു എബവ് എവറേജ് മൂവി നല്ലൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് പേഴ്സണലി കിട്ടിയത്. പിന്നെ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാനത് വലിച്ചു നീട്ടണില്ല. അപ്പൊ തന്നെ ഉള്ളൂ സിനിമയെ പറ്റി പറയാന്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.